ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഒരു മനുഷ്യരും കണ്ടിട്ടില്ല. ഞാനോർത്ത് ഇന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി, വേറെ ഒരു വീഡിയോ എന്നും കരിച്ചട്ടിയും കരിക്കലോ ഒന്നും കാണിക്കണ്ട. ഈ വീഡിയോ ഇത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഇത് സർവ്വതും ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇട്ടേക്കുന്ന വീഡിയോ ആയിരുന്നു. ഇതിടുന്നില്ല എന്ന് വിചാരിച്ചാണ്. നല്ലൊരു വീഡിയോയാണ് ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അതായത് വഴുതനങ്ങയുടെ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും വഴുതനങ്ങ തോരൻ വയ്ക്കുന്ന വിധവും ഉള്ള ഒരു വീഡിയോ മാത്രം. അതായത് എൻ്റെ അകത്ത് കൂട്ടിക്കലർത്തിയൊന്നും മറ്റൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ 2-3 മണിക്കൂറായിട്ടും കണ്ടത് 4-5 പേര് മാത്രമാണ് കണ്ടത്. അത് ഞാൻ തമ്പനയിലൊക്കെ പിന്നെയും മാറ്റിയിട്ട് കൊടുത്ത ശേഷമാണ് 2 പേരായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ 3 പേരൂടെ കണ്ടു തമ്പനയിൽ മാറ്റിയിട്ടപ്പോൾ. ഇതെനിക്ക് തോന്നുന്നു യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്തതാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതുപോലെ ഒരു കരിച്ചട്ടിയും കരിക്കലവും ഇടുന്ന എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ വീഡിയോ വരുന്നതിന് മുമ്പേ ആൾക്കാർ പാഞ്ഞു അടുത്തുകൊണ്ടാണ് കാണുന്നത്. 200K 100K വേണ്ട, നമുക്ക് 100K ഒന്നും വേണ്ട. 100ൻ്റെ 2 പൂജ്യം വെട്ടിക്കുറഞ്ഞ 1K എങ്കിലും കിട്ടുമല്ലോ, കിട്ടിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ സമയവും കളഞ്ഞ് നമ്മുടെ നെറ്റും കളഞ്ഞ് ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്നു. പക്ഷേ ആര് കാണാനാണ്? ആരും കാണുന്നില്ല, ആരും കാണത്തുമില്ല. പിന്നെ എന്തെങ്കിലും വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഞാൻ കളഞ്ഞിരുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എത്ര പേര് കാണുമെന്നൊന്ന് കാണാം. ഇനി ഞാൻ ആരും കാണുന്നോ കാണുന്നില്ലയോ എന്നും നോക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വീഡിയോ ഇടുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഏതിട്ടാലും ആരും കാണില്ല, എനിക്കതറിയാം. ആരും കാണില്ല എങ്കിൽ ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ എനിക്ക് പതിവ് പോലെ പള്ളിയിൽ 9:30 ആകുമ്പം പോകണം. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഇനിയും എല്ലാം സൺഡേയിലും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. മറ്റേ ഇടദിവസങ്ങളിലുള്ള വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ആകട്ടെ ഇനി എൻ്റെ വീഡിയോ. ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചിട്ടുള്ളത്. രാവിലെ അതുപോലെ എനിക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം പള്ളിയിൽ പോകാൻ. പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഉച്ചയൊക്കെ ആകും. അതായത് ഏകദേശം 12 മണിയോളമൊക്കെ ആകും. ഞാൻ രാവിലെ കഞ്ഞി അടുപ്പയിലിട്ട് കഞ്ഞിയൊക്കെ ഊറ്റിയിട്ടു. പിന്നെ ഒരു കപ്പ വേവിച്ചേക്കാവുന്ന കണ്ട് ഇന്നലെ ഞാൻ ഇതുവഴി നമുക്കിപ്പം പന്നിയും മറ്റു കാര്യങ്ങളും റബ്ബറും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കപ്പയും ഒന്നും കൃഷിയില്ല. ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അതിടാനുള്ള സ്ഥലമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മൊത്തം ചൂടലാണ്. മരങ്ങൾ, തെങ്ങ്, കവുങ്ങ്, റബ്ബർ അങ്ങനെയുള്ള ചൂടലിൻ്റെ ഇടയ്ക്ക് കപ്പ എവിടെയാണ് ഇടുന്നത്? ഇട്ടാലും പന്നി എന്ന് പറയുന്നൊരു സാധനം ചിലപ്പോൾ നമുക്ക് തരത്തില്ല. ഇവിടെ പക്ഷേ പന്നി കുറവാണ്. ഇപ്പം നാട്ടിലോട്ടൊക്കെയാണ് പന്നി പോയേക്കുന്നത്. പന്നി ഇവിടെ കുറവാണ്. എങ്കിലും നല്ല തമിഴ്നാട്ടുകാർ കപ്പയിട്ടാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കും. കപ്പ തിന്നാം, ഭക്ഷണമല്ല. ഭക്ഷണം അത് തന്നെ ശരി. ഭക്ഷണം അവർ വല്ല കൃഷി ചെയ്താലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ വണ്ടിക്കാർ പോയപ്പോഴും കുറച്ച് കപ്പ വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് കപ്പ മതി. ഏകദേശം 2 കിലോയോളം കപ്പ വാങ്ങിച്ചു. ഞാൻ അതിൻ്റെ നേർപകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞു വെച്ചു. പിന്നെ ഇന്നലെ മത്തി മേടിച്ചായിരുന്നു ഇതുവഴി പോയവരോട്. പിന്നെ ഇന്നലെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് അതെടുത്ത് കറി വയ്ക്കാൻ തീരുമാനിച്ചു. കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുക്കുകയാണ്. യാതൊരു ഇൻട്രസ്റ്റും ഇല്ല വീഡിയോ ഇടാനായിട്ട്. പിന്നെ ഒരു നിമിത്തം പോലെ ഞാൻ ഇടുകയാണ്. കാരണം മോണിറ്റൈസേഷൻ ആയല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കണം. ഉള്ള സത്യമായിട്ടും നിഷ്കളങ്കതയോടുകൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ കുറിക്കുന്നത്. എനിക്ക് കള്ളത്തരം കാപട്യവും ഇഷ്ടമുള്ള കാര്യമല്ല. അത് എൻ്റെ വീട്ടിലുള്ളവരായാൽ പോലും എനിക്ക് ഏറ്റവും വലിയ കെറുവും ഏറ്റവും വലിയ
ഒരിഷ്ടമല്ല ഈ ഉള്ളത്. കള്ളത്തരം കാണിക്കുന്നതും കള്ളത്തരം പറയുന്നതും എന്നെ കൊല്ലുന്നതിന് തുല്യമുള്ള വാശിയാണ്. അപ്പോൾ ഉള്ള കാര്യം അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കപ്പയൊക്കെ കഴുകി അടുപ്പയിലോട്ട് ഇടാൻ തുടങ്ങിയാണ്. ഇപ്പം വിറക് നമുക്ക് കുറവാണ്, വിറകൊക്കെ ഇല്ല. പിന്നെ ഊതിയും പിറക്കിയൊക്കെയാണ് നമ്മൾ കപ്പ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കപ്പയൊക്കെ കഴുകി അടുപ്പയിലോട്ടിട്ട ശേഷം മീൻ വെട്ടിയും വെച്ച് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തോരൻ തയ്യാറാക്കണം. ആ തോരൻ തയ്യാറാക്കാനായി കഴിഞ്ഞ ദിവസം ഞാൻ കുറേ വഴുതനങ്ങ പറിച്ചത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം സാമ്പാറിലൊക്കെ ഇടാവുന്ന വെച്ചായിരുന്നു വഴുതനങ്ങ ഞാൻ പറിച്ചത്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വഴുതനങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അപ്പം ദിവസവും ഈ വഴുതനങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ പ്രമേഹ രോഗികൾക്ക്, കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ല ഗുണമുള്ളതാണ് വഴുതനങ്ങ. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനോർത്ത് എന്നാൽ വഴുതനങ്ങയെക്കുറിച്ച് തന്നെ പ്രത്യേക ഒരു വീഡിയോ ഇടാവുന്നു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടതും ഒക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മത്തിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന ശേഷം ഞാനത് വെട്ടിയെടുത്തു. എനിക്ക് ഇന്ന് കിട്ടിയ മത്തിയാണെങ്കിൽ ഒരുവിധം വലിയ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ ഞാനോർത്ത് വലിയ മത്തിയാണല്ലോ കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ ഒത്തിരി നാൾ കൊണ്ടുകൂടാണല്ലോ അതിനെ കണ്ടത്, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. ഭയങ്കര വിലയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ വഴിയെ കൂടെ പോകുന്നത് കൊണ്ടായിരിക്കും 400 രൂപ 1 കിലോയ്ക്കാണ് കൊടുത്ത് വാങ്ങിച്ചത്. പക്ഷേ ചിറ്റാർ ജംഗ്ഷനിലോട്ട് ചെന്നാൽ ഇത്രയും വിലയില്ല കേട്ടോ. 50 രൂപയുടെ എങ്കിലും കുറഞ്ഞ് കിട്ടുമായിരുന്നു. പിന്നെ 50 രൂപയ്ക്ക് വേണ്ടി നമ്മൾ 60 രൂപ അല്ല 30 രൂപ മുടക്കി പോകണ്ടായോ. അപ്പോൾ അങ്ങനൊന്നും പോകുന്നില്ല. നമ്മുടെ വടിക്ക കൂടെ വന്ന മീൻ ഞാൻ 1/2 കിലോ മാത്രമേ മേടിച്ചുള്ളൂ. 200 രൂപയുടെ മേടിച്ചു. 200 രൂപയുടെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അത് മേടിക്കണ്ടായിരുന്നു. കാരണം വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അന്നേരം കണ്ടപ്പോൾ നല്ല ഫ്രഷായിട്ട് തോന്നിച്ചു. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് വെട്ടാൻ പോലും ഒക്കത്തില്ല, ബിളബിളാന്നങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരുവിധമൊക്കെ വെട്ടിയെടുത്ത് പിന്നെ അമ്മയ്ക്ക് മുഴുവനെ ഇടുന്നത് ഒരിക്കലും എത്ര കുഞ്ഞു മത്തിയാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മുഴുവനെ ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. മുഴുവനെ ഇടുമ്പം പറയുന്നത് അരണ പല്ലിയൊക്കെ വളഞ്ഞ് കിടക്കുന്നത് പോലെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ കൂട്ടിക്കത്തില്ല, നമുക്കൂടെ ഛർദ്ദിക്കാൻ വരും. അങ്ങനത്തെ ഒരു രീതിയിൽ അമ്മ പറഞ്ഞ് കേൾപ്പിക്കും. പിന്നെ ഞാൻ അതുകൊണ്ട് അത് മുറിച്ചിട്ട് 2ആയിട്ട് മുറിച്ചിട്ടാണ് കറി വെച്ചത്. മുറിക്കാനൊക്കത്തില്ല, അങ്ങ് അഴുക്കായി അങ്ങ് ഉടഞ്ഞിരിക്കുന്ന മീനാണ്. അത് പിന്നെ വെട്ടി ഞാൻ എല്ലാവരും കറി വയ്ക്കുന്നത് പോലൊക്കെ ഞാനും കറി വെച്ചു. ഇവിടെ കൂടുതലും മുളക് കറിയാണ് ഇഷ്ടം, കുടമ്പുളി ഇട്ട് മുളക് കറിയാണ് ഇഷ്ടം. തേങ്ങ അരച്ചൊഴിച്ച് കറി വയ്ക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് തന്നെയായിട്ട് ഞാൻ അത് വയ്ക്കില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ വെച്ച് കൊടുക്കാറ് പതിവ്. അങ്ങനെ മീനൊക്കെ വെട്ടി കറിയൊക്കെ തയ്യാറാക്കിയ ശേഷം പിന്നെ പള്ളിയിൽ പോകണമെങ്കിൽ കുളിക്കാതെ പോകാൻ പറ്റില്ല. പിന്നെ ഒരു സമയമൊക്കെ ആയി ധൃതി വെച്ച് ഞാൻ മീനൊക്കെ കറി വെച്ച ശേഷം പള്ളിയിൽ പോകാനായിട്ട് കുളിച്ച് റെഡിയായിട്ട് പോയി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പിന്നീട് ഉച്ച കഴിഞ്ഞാണ്, അതായത് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വഴുതനങ്ങ തോരൻ വയ്ക്കുന്നത്. അപ്പോഴേ ആ വീഡിയോ കണ്ടു നോക്കൂ.